ഹലോ ഗായ്സ്, വെൽക്കം അത് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഞാനും ഏട്ടനും ഉണ്ണിയും കൂടിയിട്ടാട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മുടെ മുല്ലയമ്പറമ്പ് അമ്പലത്തിലേക്കാട്ടോ പോകുന്നത്. ചാലശ്ശേരിയുള്ള മുല്ലയമ്പറമ്പ് അമ്പലത്തിലോട്ട് കേട്ടോ. കുറേ കാലമായി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂട്ടി ഒരു ദിവസം പോയിരുന്നു. അപ്പോൾ അന്ന് പോയിട്ട് കുറേ സങ്കടപ്പെട്ടിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്നത്. പക്ഷേ എനിക്ക് ആ സങ്കടങ്ങളൊക്കെ മാറ്റി തന്നു. അമ്പാടിയുടെ ലോക്കറ്റ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ അമ്പലത്തിലോട്ട് വരുന്നത് ഒരു പ്രത്യേക തരം ഒരു എനർജി ഉള്ള എനിക്ക് അവിടെ നിന്ന് തരുന്നുണ്ടായിരുന്നു. നമ്മൾ അത്ര ആഗ്രഹിച്ച് മേടിച്ച സാധനം നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് അത് കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഉണ്ണിയും അവിടെ ഇങ്ങനെ എല്ലാതും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ അച്ഛൻ വന്നതിൻ്റെ ശേഷം പുറത്തിറങ്ങുന്നത് നല്ല ഇഷ്ടമാണ്. യാത്രകൾ നല്ല ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ അമ്പലത്തിലോട്ടൊക്കെ തൊഴുതു. അവിടെ താഴത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. നമ്മുടെ അമ്പലത്തിൻ്റെ താഴത്തൊരു ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പോയി. ആദ്യമൊക്കെ ഞാൻ മുല്ലയമ്പറമ്പത്തെ അമ്പലത്തിലോട്ട് വരുമ്പോൾ എനിക്ക് ഈ താഴത്ത് ഈ അമ്പലം ഉണ്ടായത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴൊക്കെ അടുത്താണ് അവിടെ ഒരു അമ്പലം ഉണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ തൊഴുതു. ദേവീക്ഷേത്രമായിരുന്നു, അവിടെയൊക്കെ തൊഴുതു. അമ്പാടിക്ക് നല്ല ഇഷ്ടമാണ് നടക്കാൻ. അപ്പോൾ അവന് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അവന് നടന്നിരുന്നു. ഇത് ഞങ്ങൾ മഴ വരുന്നതിനെക്കാട്ടി മുന്നുള്ള സമയത്ത് പോയിട്ടെടുത്തട്ടോ. കുറച്ച് മുന്നേ പോയിട്ടെടുത്തല്ലോ കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനൊക്കെ ഇങ്ങനെ നടന്ന് അവനും കൈ പിടിച്ച് നടക്കണം. അവൻ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ആസ്വദിക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു. നല്ലൊരു അമ്പലം തന്നെയാണ് കേട്ടോ മുല്ലയമ്പറമ്പത്തെ അമ്പലം. ഇവിടുത്തെ പൂരം നല്ല ഗംഭീര പൂരമാണ്. അതിനൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് തൊഴാറുണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു വിളിപ്പുറത്തുള്ള അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് സത്യമാണ്. എൻ്റെ അനുഭവത്തിൽ അത് സത്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. അതിന് ശേഷം അവിടെ കുറച്ച് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് അന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കല്യാണങ്ങളൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ നിന്നു. അമ്പാടിയും അവിടുന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. അവനവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ട്, അങ്ങോട്ട് ഓടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ഛനായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ ക്യാമറ വയ്ക്കുക, കളിയാക്കുകയൊക്കെ ഉണ്ട്. നല്ല കുറുമ്പനായിട്ട് വരുന്നുണ്ട് അമ്പാടിൻ്റെ ഓരോ കുറുമ്പും അവൻ്റെ അതൊക്കെ പെട്ടെന്നായിരുന്നു. പിന്നെ അവിടെ കുറേ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പാടി കുറേ അതിലൊക്കെ നോക്കിയിരുന്നു. അമ്പാടിയുടെ കുറേ സാധനങ്ങൾ നമ്മളെ വീട്ടിലുള്ളതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാറില്ല. കല്യാണ സീസൺ ആയതുകൊണ്ട് കുറേ ചേച്ചിമാർ അവിടെ പൂവും അതൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ പോയ ദിവസം. ഇവിടുത്തെ പൂരം വിളക്കൊക്കെ ഒരു പ്രത്യേക തരമുള്ള ഇതാട്ടോ. പൂരത്തിന് നല്ല ഗംഭീര കുറേ ആനകളുള്ള പൂരമാണിത്, ഇവിടെ മുല്ലയമ്പറമ്പത്തെ പൂരം. പിന്നെ അതേപോലെ വിളക്കായാലും വാണിഭവങ്ങളൊക്കെ കൂടുതലുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.